ജീവൻ രക്ഷിക്കാനായി ആശുപത്രിയിൽ പോയവർ കെട്ടിടം തകർന്നു വീണ് ചതഞ്ഞു മരിക്കുകയാണ് ഈ കേരളത്തിൽ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണുണ്ടായ ദുരന്തത്തെ പറ്റി നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. സോ കോൾഡ് ഉപയോഗിക്കാത്ത കെട്ടിടം തകർന്നു വീണാണ് ഈ ദുരന്തം ഉണ്ടായത്. കേരളം ഇന്ത്യയിലെ ആരോഗ്യ മേഖലയിൽ ഒന്നാമത്. ഇന്ത്യയുടെ ഒരവസ്ഥ അല്ല, ഒന്നാമതായ കേരളത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇന്ത്യയിലെ ബാക്കി സംസ്ഥാനങ്ങളുടെ ആരോഗ്യ മേഖല എങ്ങനെ ആയിരിക്കും എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞ പേടിയാവും. കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രശ്നം അറിഞ്ഞ സ്ഥലത്തെത്തിയ ആരോഗ്യമന്ത്രി വളരെ ധൈര്യപൂർവ്വം പറയാണ് അവിടെ ആരുമില്ല, ഉപയോഗിക്കാത്ത കെട്ടിടമാണ് പൊളിഞ്ഞു വീണതെന്ന്. ഇത് കാരണം എന്തുണ്ടായി? ഒന്നുണ്ടായി, ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ജീവൻ നഷ്ടമായി. കുറച്ചധികം നേരം അവർ അവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്ന് അവരുടെ ജീവന് വേണ്ടി മല്ലടിക്കുകയായിരുന്നു. മന്ത്രി പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മറ്റൊരാൾ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ഇനി ആരും ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് എന്ത് കാര്യം? നഷ്ടം ആ കുടുംബത്തിന് മാത്രം. പാവപ്പെട്ടവന്റെ കണ്ണീരിനും നഷ്ടത്തിനും 2 ദിവസത്തെ ന്യൂസ് വാല്യൂ കാണും. പിന്നെ എല്ലാവരും അത് മറന്നോളും. പിന്നെ കാര്യങ്ങൾ പഴയതുപോലെ ഒരു മാറ്റവും ഇല്ലാതെ തുടർന്നു പോകും. ആരോഗ്യ മേഖലയിൽ കുറച്ച് നാളായി നമ്മൾ പല പ്രശ്നങ്ങളും കേൾക്കുന്നു. ഡോക്ടർ ഹാരിസിനെ പോലുള്ളവരുടെ വെളിപ്പെടുത്തലുകൾ നമ്മൾ കേട്ടതാണ്. ഡോക്ടർ ഹാരിസിന്റെ വിഷയം എന്താണെന്ന് അറിയാത്തവർക്ക് വേഗം ഒന്ന് പറഞ്ഞുതരാം. ഡോക്ടർ ഹാരിസ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഒരു വിദ്യാർത്ഥിയുടെ സർജറി വളരെ എമർജൻസി ആയിട്ട് പോസ്റ്റ് ചെയ്യുകയാണ്. വേണ്ട സർജിക്കൽ എക്യുപ്മെന്റ്സോ ഇൻഫ്രാസ്ട്രക്ചറോ ഇല്ലാത്തതുകൊണ്ട് ആ സർജറി തള്ളിപ്പോവുകയാണ്. ഇങ്ങനെ ജോലി ചെയ്യുന്നതിലും ഭേദം ഒരു റെസിഗ്നേഷൻ ആണ് എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നു. ബ്യൂറോക്രാറ്റ്സിനോടും അധികൃതരോടും, അതായത് തന്റെ സുപ്പീരിയേഴ്സിനോടും കരഞ്ഞ് കെഞ്ചി പറഞ്ഞിട്ടും ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടായില്ല. നമ്പർ 1 ആരോഗ്യ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ അത്രയും മോശമാണ്. സോറി, ഇത് സിസ്റ്റത്തിന്റെ പരാജയമാണല്ലോ. പക്ഷേ എന്റെ സംശയം അതല്ല, നിങ്ങളല്ലേ ഈ സിസ്റ്റത്തിലെ പ്രശ്നങ്ങൾ മാറ്റാനല്ലേ നമ്മൾ വോട്ട് ചെയ്ത് നമ്മുടെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത്? അവർ തന്നെ സിസ്റ്റം ശരിയല്ല എന്ന് പറയുന്നു. അതോ ഇനി നമ്മൾ അറിയാത്ത ഏതെങ്കിലും പാരലൽ സിസ്റ്റം ഉണ്ടോ എന്നും എനിക്കറിയില്ല. നമ്മൾ ഒന്നാമത് എന്നൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഈ സിസ്റ്റത്തിലുള്ളവർ എന്തുകൊണ്ട് സീരിയസ് മെഡിക്കൽ ഇഷ്യൂസ് വന്നാൽ ഇവിടെ ചികിത്സ എടുക്കുന്നില്ല? നമ്മുടെ സ്റ്റേറ്റ് റൺ ആരോഗ്യ മേഖലയിൽ അത്രയും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയെ തീർത്തും അടച്ചാക്ഷേപിക്കുകയല്ല. ഒന്നാമത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അത് തമ്മിൽ ഭേദം എന്നുള്ള മാൻഡേറ്റിൽ നമ്മൾ ചിലപ്പോൾ ഒന്നാമതായിരിക്കും. പക്ഷെ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്. ആൻഡ് there is most definitely a lack of priority in this case. ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.